നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് നിലമ്പൂരിൽ വോട്ട് കുറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ എയറിലാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖറിനെ പറപറപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് RC ഇതര എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ ഇതര നേതാക്കൾ മുഴുവനും. അതിൽ ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനും മുതൽ PK കൃഷ്ണദാസ് വരെയുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന്റെ തന്ത്രപരമല്ലാത്ത നിലപാട് കൊണ്ട് അല്ലെങ്കിൽ വീഴ്ച കൊണ്ടായിരിക്കും ഈ വോട്ട് കുറയുക എന്ന സംഭവം അവിടെ ഉണ്ടാകുന്നതെന്നും ഇപ്പോൾ നിർത്തിയ സ്ഥാനാർത്ഥി അതീവ ദുർബലനാണെന്നും ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത് രാജീവ് ചന്ദ്രശേഖറിന്റെ വീഴ്ചയാണെന്നും ഇപ്പോൾ തന്നെ BJP-യിലെ രാജീവ് ചന്ദ്രശേഖർ വിരുദ്ധർ പ്രചരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞാൽ, കഴിഞ്ഞ തവണ ഏതാണ്ട് 8,000-ലധികം വോട്ടാണ് ലഭിച്ചതെന്ന്, 8,000-നും 10,000-നും ഇടയ്ക്കാണ് വോട്ടാണ് ലഭിച്ചത്. ആ വോട്ടിങ്ങിൽ നിന്നും വളരെ ശതമാനം കുറഞ്ഞാൽ അത് രാജീവ് ചന്ദ്രശേഖറിന് വ്യക്തിപരമായി തന്നെ വലിയ തിരിച്ചടിയാവുന്ന കാര്യം ഉറപ്പാണ്. കാരണം BJP കേന്ദ്ര നേതൃത്വത്തെ ഇപ്പോഴുള്ള സംസ്ഥാന നേതാക്കൾ അറിയിച്ചു കഴിഞ്ഞു ഈ വിവരം. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കുറച്ച് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തി തുടങ്ങിയിരുന്നെങ്കിൽ കുറെ കൂടെ വോട്ടുകൾ നമുക്ക് പിടിക്കാമായിരുന്നു. ഇപ്പോൾ വോട്ട് കുറയുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് വോട്ട് കുറഞ്ഞാൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങൾക്ക് അതൊരു തിരിച്ചടിയാവും, അതൊരു മന്ദത കൊണ്ടുവരുമെന്ന് ഇപ്പോൾ സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് സംസ്ഥാന രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് വലിയ പരിചയമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും സംസ്ഥാന രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് പരിചയമുള്ളൊരു നേതാവിനെ ഇത് ഏൽപ്പിച്ചാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള വിദഗ്ധ ഉപദേശമാണത്രേ ഇപ്പോൾ K സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും കൃഷ്ണദാസൊക്കെ അടക്കമുള്ള നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിന് നൽകുന്നത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖറിന് ഇത് ഓർക്കാപ്പുറത്തുള്ള അടിയാണ്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വോട്ട് കുറഞ്ഞാൽ അത് അദ്ദേഹം പ്രസിഡന്റായി വന്ന ഏതാനും മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു രാഷ്ട്രീയ വീഴ്ച ഉണ്ടായാൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായാൽ അത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം മുൻ കേരള കോൺഗ്രസ്സുകാരനെ തലേദിവസം മെമ്പർഷിപ്പ് പിടിപ്പിച്ച് പിറ്റേ ദിവസം BJP സ്ഥാനാർത്ഥിയാക്കിയത് അവിടെയുള്ള സ്ഥിരം BJP പ്രമുഖ പഴയ BJP-ക്കാർക്കെല്ലാം എതിർപ്പുണ്ട്. ആ എതിർപ്പ് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അവർ ചിലപ്പോൾ സ്വരാജിന് തന്നെ വോട്ട് ചെയ്താക്കാമെന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും ഈ കേരള കോൺഗ്രസ്സുകാരനെ ഇറക്കിയത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു വീഴ്ച തന്നെയാണെന്നാണ് പ്രമുഖ BJP നേതാക്കൾ പലരും പറയുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വോട്ട് കുറയുകയാണെങ്കിൽ അത് അദ്ദേഹത്തിനെതിരെ, രാജീവ് ചന്ദ്രശേഖർക്കെതിരെ ഒരു ആയുധമാക്കാൻ അവർ ഒരുങ്ങിയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സംഭവം രാജീവ് ചന്ദ്രശേഖർ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിലമ്പൂരിൽ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറയരുത് എന്ന നിർബന്ധ ബുദ്ധി അദ്ദേഹം കാണിക്കുന്നുണ്ട്. എല്ലാ നേതാക്കളെയും അദ്ദേഹം വ്യക്തിപരമായി തന്നെ വിളിച്ച് പ്രചരണം കൊഴിപ്പിക്കണമെന്നും ബൂത്തുകളിലെ കാര്യങ്ങൾ സജ്ജമാക്കണമെന്നും വോട്ടർ ലിസ്റ്റിൽ ചേർത്ത പേരുകൾ അവരെല്ലാവരും വോട്ട് ചെയ്തു ഉറപ്പുവരുത്തണമെന്നും എല്ലാം അദ്ദേഹം കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഏതായാലും അവിടെ വോട്ട് കുറഞ്ഞാൽ, കാരണം വോട്ട് കുറയാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. കാരണം ക്രൈസ്തവ മേഖലകളിൽ നിന്നും BJP-ക്ക് കാര്യമായി വോട്ട് കിട്ടില്ല. അല്ലെങ്കിൽ ഈ BJP സ്ഥാനാർത്ഥിയെ, ക്രൈസ്തവനായ BJP സ്ഥാനാർത്ഥിയെ അത്ര കാര്യമായിട്ടൊന്നും ഇവർ പരിഗണിക്കുന്നില്ല, ക്രൈസ്തവ മേഖലയിൽ നിന്ന് പരിഗണിക്കുന്നില്ല. അവിടെ ആര്യനും ഷൗക്കത്തിനും സ്വരാജിനുമായിട്ട് വോട്ട് വിഭജിച്ചു പോകും. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവന്ന ഈ ക്രൈസ്തവ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറയാൻ സാധ്യതയുണ്ട്. ഒരു 5,000-6,000 വോട്ടുകൾ വരെ ലഭിക്കാനേ സാധ്യതയുള്ളൂ എന്ന ഒരു ചിത്രം ഇപ്പോൾ അവിടെയുണ്ട്. ഇത് BJP നേതൃത്വം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു 5,000-ലോ 6,000-ലോ BJP-യുടെ വോട്ട് നിൽക്കുകയാണെങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖറിനെതിരെയുള്ള നല്ല ആയുധമായി, മികച്ച ആയുധമായി ഇവർ ഉപയോഗിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വോട്ട് വർദ്ധിപ്പിക്കുക മാത്രമല്ല, വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP-യുടെ വോട്ട് ശതമാനം 25% കടത്താനുള്ള രൂപരേഖയുമായാണ് രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നത്. ഏതായാലും നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയാലും അത് രണ്ടും രാജീവ് ചന്ദ്രശേഖറിന്റെ പെടലിക്കിരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ആത്മവിശ്വാസമില്ല എന്നുള്ള വലിയൊരു പ്രചരണം BJP-യിലെ രാജീവ് ചന്ദ്രശേഖർ വിരുദ്ധം നടത്തുമായിരുന്നു. ഇനി സ്ഥാനാർത്ഥിയെ നിർത്തി വോട്ട് കുറഞ്ഞാലോ അത് ഇദ്ദേഹത്തിന്റെ കഴിവുകേടായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയും കേന്ദ്ര നേതൃത്വത്തിന് നിരവധി പരാതികൾ പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഒരു നിലയില്ല കയത്തിലായിരിക്കുകയാണ്. വോട്ട് കുറഞ്ഞാൽ അത് അദ്ദേഹത്തിന് നേരെയുള്ള ആക്രമണത്തിന്, BJP-യിലെ അദ്ദേഹത്തിന്റെ വിരുദ്ധരുടെ ആക്രമണത്തിന് ശക്തി കൂട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.